വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. ഇന്ന് നമ്മൾ എക്സസൈസ് 8.2 ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. 8.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ദി ഫോളോയിങ്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് സൈൻ 60 ഇൻറ്റു കോസ് 30 പ്ലസ് സൈൻ 30 ഇൻറ്റു കോസ് 60. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ 30 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രിയുടെ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓൾറെഡി അറിയാം സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 ആണ്, സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആണ്, കോസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 ആണ് ആൻഡ് കോസ് 60 ഡിഗ്രി ഈസ് 1/2. സോ ഈ വാല്യൂസ് നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെറ്റ് us solve this. Sin 30 is √3/2 into cos 30 is also √3/2 plus sin 30 is 1/2, cos 60 is 1/2. So √3/2 into √3/2 plus 1/2 into 1/2, that is 3/4 plus 1/4, which is equal to 4/4 and that is 1. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ് 2 tan square 45 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 30 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 60 ഡിഗ്രി. ടാൻ സ്ക്വയർ 45 ഡിഗ്രി ആണ്. സോ ടാൻ 45ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 1 ആണ്. അതുപോലെ കോസ് 30യുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2 ആണ്. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. ഇനി നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് സ്ക്വയർ 30 എന്ന് പറയുന്നത് √3/2 ദ ഹോൾ സ്ക്വയർ ആണ്, മൈനസ് സൈൻ സ്ക്വയർ 60 ആണ്. സൈൻ 60 √3/2 ആണ്. സോ സൈൻ സ്ക്വയർ 60 ഈസ് √3/2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ പ്ലസ് √3/2 ദ ഹോൾ സ്ക്വയറും മൈനസ് √3/2 ദ ഹോൾ സ്ക്വയറും ക്യാൻസൽ ആവും. സോ ഫൈനൽ ഇറ്റ് വിൽ ബി 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ തേർഡ് പാർട്ടാണ് കോസ് 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ സീക്ക് 30 ഡിഗ്രി പ്ലസ് കൊസീക്ക് 30 ഡിഗ്രി. ഇവിടെ കോസ് 45ൻ്റെ വാല്യൂ അറിയാം 1/√2 ആണ്, സീക്ക് 30 എന്ന് പറയുന്നത് 2/√3 ആണ്, കൊസീക്ക് 30 എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി 1/√2 the whole divided by sec 30 is 2/√3 plus 2. ഇതിന് നമുക്ക് സോൾവ് ചെയ്യണം. ഡിനോമിനേറ്ററിൽ റൂട്ട് ഫാക്ടർ വരാത്ത രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. സോ എപ്പോഴാണോ ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് എലിമിനേറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്കിത് കംപ്ലീറ്റ്ലി സോൾവ് ആയി കിട്ടുന്നത്. സോ ഇത് 1/√2 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് LCM എടുക്കാം. LCM √3 ആണ്. 2 പ്ലസ് 2√3 എന്ന് ലഭിക്കും. 1/√2 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ ഇൻവേഴ്സ് ആയിട്ട് എഴുതിയാൽ മതി. സോ √3 മുകളിൽ പോവും, ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2√3 എന്ന് വരും. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ √2 വരുന്നുണ്ട്, അതുപോലെ 2 പ്ലസ് 2√3 എന്ന് പറയുന്ന ഫാക്ടറിൽ ഒരു √3യും വരുന്നുണ്ട്. സോ ഈ റൂട്ട് ഫാക്ടേഴ്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ √2 എലിമിനേറ്റ് ആയി പോകും, കാരണം √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് 2 ആവും. √3 ഇൻറ്റു √2 എന്ന് പറയുന്നത് √6 ആണ്, ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് 2 പുറത്തെടുക്കാൻ സാധിക്കും. 2 ഇൻറ്റു √3 പ്ലസ് 1 എന്ന് നമുക്ക് ലഭിച്ചു. 1 പ്ലസ് √3 ആണ്, അതിന് ഞാൻ √3 പ്ലസ് 1 എന്ന് എഴുതിയിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ഈ √3 പ്ലസ് 1 എന്ന് പറയുന്ന ഫാക്ടറിൽ നിന്നും ഈ √3 എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ a² മൈനസ് b² കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ √3 മൈനസ് 1 എന്ന് പറയുന്ന ഫാക്ടർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 മൈനസ് 1 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്നും ഈ √3 എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. √6 ഇൻറ്റു √3 എന്ന് പറയുന്നത് √18 ആണ്, മൈനസ് √6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 ആണ്, 4 ഇൻറ്റു √3 പ്ലസ് 1 ഇൻറ്റു √3 മൈനസ് 1 ആണ്. സോ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറയുന്നത് a² മൈനസ് b² ആണ്, ദാറ്റ് ഈസ് 3 മൈനസ് 1. സോ ഇറ്റ് വിൽ ബി √18 എന്ന് പറയുന്നത് √2 ഇൻറ്റു 9 ആണ്, മൈനസ് √6 ഡിവൈഡഡ് ബൈ
3 minus 1 2 ആണ്. 4 into 2 എന്ന് പറയുന്നത് 8 ആണ്. സോ ഇത് നമുക്ക് 9 എന്ന് പറയുന്നത് റൂട്ട് 9 എന്ന് പറയുന്നത് 3 ആണ്. സോ 3 root 2 minus root 6 divided by 8. This is the final answer. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫോർത്ത് പാർട്ടാണ്. Sin 30 degree plus tan 45 degree minus cosec 60 degree the whole divided by sec 30 degree plus cos 60 degree plus cot 45 degree. Sin 30 is 1 by 2 എന്നറിയാം. അതുപോലെ tan 45 1 ആണ്. cosec 60 എന്ന് പറയുന്നത് 2 by root 3 ആണ്. Similarly sec 30 degree 2 by root 3 ആണ്. cos 60 degree 1 by 2 ആണ്. cot 45 degree 1 ആണ്. നമുക്ക് ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1 by 2 plus 1 minus 2 by root 3 the whole divided by 2 by root 3 plus 1 by 2 plus 1. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്ത് എഴുതാം. ഇവിടെ LCM എന്ന് പറയുന്നത് 2 root 3 ആണ്. root 3 plus 2 root 3 minus 4 whole divided by ഇവിടെ ഡിനോമിനേറ്ററിൽ LCM എന്ന് പറയുന്നത് again 2 root 3 ആണ്. ന്യൂമറേറ്റർ will be 4 plus root 3 plus 2 root 3. So this will be root 3 plus 2 root 3 minus 4 divided by 2 root 3. ഇവിടെ ഡിവിഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ഇൻവേഴ്സ് ആക്കി എഴുതാൻ സാധിക്കും. അപ്പോൾ 2 root 3 മുകളിൽ പോവും. ഇനി ഡിനോമിനേറ്റർ will be 4 plus root 3 plus 2 root 3. ഇവിടെ 2 root 3 2 root 3 ക്യാൻസൽ ആവും. സോ ഇറ്റ് വിൽ ബി root 3 plus 2 root 3 എന്ന് പറയുന്നത് 3 root 3 ആണ്. minus 4 divided by 4 plus root 3 plus 2 root 3 അതായത് 4 plus 3 root 3 എന്ന് വരും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഞാൻ എഴുതുവാണ്. 3 root 3 minus 4 divided by 3 root 3 plus 4. ഇവിടെ ഡിനോമിനേറ്ററിലെ റൂട്ട് 3 എലിമിനേറ്റ് ചെയ്യാനായിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 root 3 minus 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാൻ അത് ചെയ്യുവാണ്. 3 root 3 minus 4 divided by 3 root 3 minus 4. സോ ഇത് a plus b into a minus b ആണ്. a square minus b square ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് a minus b the whole square ആണ്. സോ ദിസ് വിൽ ബി ലൈക്ക് 27 minus 24 root 3 plus 16 whole divided by 27 minus 16. 3 root 3 the whole square minus 4 square ആണ്. So this will be 43 minus 24 root 3 divided by 11. This is the final answer. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫിഫ്ത്ത് പാർട്ടാണ്. 5 cos square 60 degree plus 4 sec square 30 degree minus tan square 45 degree the whole divided by sin square 30 plus cos square 30. ഇവിടെ cos 60യുടെ വാല്യൂ അറിയാം 1 by 2 ആണ്. sec 30 എന്ന് പറയുന്നത് 2 by root 3 ആണ്. tan 45 is 1 and sin 30 degree is 1 by 2 and cos 30 degree is root 3 by 2. So ഈ വാല്യൂസ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ it will be 5 into 1 by 2 the whole square അതായത് cos square 60 plus 4 into 2 by root 3 the whole square. 6 square 30 ആണ്. Minus tan square 45 that is 1 square that is 1. Whole divided by sin 30 is 1 by 2. So sin 30 square എന്ന് പറയുന്നത് 1 by 2 the whole square plus root 3 by 2 the whole square അതായത് cos square 30. So this will be 5 by 4 plus 16 by 3 minus 1 divided by 1 by 4 plus 3 by 4. ഇവിടെ LCM എന്ന് പറയുന്നത് 12 ആണ്. ന്യൂമറേറ്ററിൽ 15 plus 64 minus 12. ഇനി ഡിനോമിനേറ്ററിൽ 4 by 4 അത് കിട്ടും.
So we will get 67 by 12 into 4 by 4. 4 by 4 1 ആണ്. So it will be 67 by 12. 8.2 second question ആണ്. Choose the correct option and justify your choice. അതിലെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. 2 tan 30 degree plus 1 plus tan square 30 degree. ഇവിടെ tan 30 എന്ന് പറയുന്നത് 1/√3 ആണെന്നറിയാം. സോ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2 into 1/√3 divided by 1 plus 1/√3 the whole square. It will be equal to 2/√3 divided by 1 plus 1/3. That is 2/√3 divided by 4/3. So ഇതിനെ നമുക്ക് 2/√3 into 3/4 ഇൻവേഴ്സ് എഴുതിയാൽ മതി. 3/4 എന്ന് എഴുതാം. ഈക്വൽ ടു √3/2 എന്ന് നമുക്ക് ലഭിച്ചു. √3/2 എന്ന് പറയുന്നത് sin 60യുടെയും cos 30യുടെയും വാല്യൂസ് ആണ്. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ആണുള്ളത്. sin 60, cos 60, tan 60 ആൻഡ് sin 30. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് sin 60 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ്. 1 minus tan square 45 divided by 1 plus tan square 45. tan 45 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 minus 1 square എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 plus 1. It will be 0/2 equals to 0. So the answer is option D, that is 0. Question number 2 തേർഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ്. ബിക്കോസ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സിലബസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ പാർട്ടിൽ വരുന്നതാണ് ഈ തേർഡ് ക്വസ്റ്റ്യൻ. എങ്കിൽ പോലും നമുക്ക് ഇത് ഇനിയുള്ള ക്ലാസ്സസിൽ, അതായത് ക്ലാസ് 11, 12 വരുമ്പോൾ നമുക്കിത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിമിനേറ്റ് ചെയ്ത പോർഷൻസ് ലാസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് സിലബസിലുള്ളത് പഠിക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫോർത്ത് പാർട്ടാണ്. 2 tan 30 degree divided by 1 minus tan square 30 degree. ഇവിടെ tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. സോ ആ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 1/√3 divided by 1 minus 1/√3 the whole square equals to 2/√3 divided by 1 minus 1/3 equals to 2/√3 divided by 3 minus 1, അതായത് 2/3 എന്ന് ലഭിക്കും. ഇതിനെ നമുക്ക് 2/√3 ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് 3/2 എന്ന് ലഭിക്കും. ഈക്വൽസ് ടു 3/√3 which is equal to √3. √3 എന്ന് പറയുന്നത് either tan 60 or cot 30 ആണ്. ഇവിടെ ഓപ്ഷനിൽ നമുക്ക് tan 60 ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് tan of 60 ഡിഗ്രി ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് tan of a plus b equal to √3 and tan of a minus b equal to 1/√3. So 0 less than a plus b less than or equal to 90 degree and a greater than b, then find a and b. So ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് tan of a plus b equal to √3 എന്ന്. നമുക്കറിയാം √3 എന്ന് പറയുന്നത് tan 60യുടെ വാല്യൂ ആണ്. സോ tan of 60 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ ഇതിനെ. ദാറ്റ് ഈസ് a plus b എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 ഡിഗ്രി എന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഇത് ഇക്വേഷൻ 1. ഇനി നമുക്ക് തന്നിട്ടുള്ള എന്താണ്? tan of a minus b ഈക്വൽ ടു 1/√3 എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. സോ നമുക്കറിയാം 1/√3 എന്ന് പറയുന്നത് tan of 30യുടെ വാല്യൂ ആണ്. സോ നമുക്കിതിനെ ഈക്വൽ ടു tan 30 എന്ന് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് a minus b ഈക്വൽ ടു 30. ദിസ് വിൽ ബി ഇക്വേഷൻ 2. നമുക്കിനി ഇക്വേഷൻ 1 and 2 ആഡ് ചെയ്യാം. സോ ആഡിങ് ഇക്വേഷൻ 1 and 2 we will get 2a equal to 90 ഡിഗ്രി എന്ന് ലഭിക്കും. Therefore a equal to 45 ഡിഗ്രി. സോ എയുടെ വാല്യൂ 45 ഡിഗ്രി ആണ്. Now we will substitute a equal to 45 in equation 1 and thus we will get b equal to
60 minus 45, that is equal to 15. So A 45 degree എന്നും B 15 degree എന്നും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ 4 ആണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ആർ ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അതിലെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. സൈൻ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് പറയാം. സോ ലെറ്റ് us take എ എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് എടുക്കാം ആൻഡ് ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് നമുക്ക് എടുക്കാം. ഇനി സൈൻ ഓഫ് എ പ്ലസ് ബി, that is sine of 30 plus 60, which is equal to sine of 90 degree. Sine of 90 എന്ന് പറയുന്നത് 1 ആണ്. ഇനി sin a plus sin b നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, which is equal to sine of 30 degree എന്ന് പറയുന്നത് 1/2 ആണ്, പ്ലസ് sine of 60 degree എന്ന് പറയുന്നത് √3/2 ആണ്, which is equal to 1 plus √3/2. Therefore, we can say that sine of a plus b is not equal to sin a plus sin b. Question second part ആണ്. The value of sin theta increases as theta increases. This statement is true because നമുക്കറിയാം sin of 30 എന്ന് പറയുന്നത് 1/2 ആണ്. അതുപോലെ സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ആൻഡ് സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു √3/2. അതായത് തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് സൈൻ ഓഫ് തീറ്റയും ഇൻക്രീസ് ആയി പോവുകയാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലെ തേർഡ് പാർട്ടാണ്. ദ വാല്യൂ ഓഫ് കോസ് തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് ബിക്കോസ് കോസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 ആണ്. കോസ് 45 1/√2 ആൻഡ് കോസ് 60 എന്ന് പറയുന്നത് 1/2. അതായത് തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് കോസ് ഓഫ് തീറ്റ ഡിക്രീസ് ആയാണ് വരുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലെ ഫോർത്ത് പാർട്ടാണ്. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എടുത്താൽ തന്നെ 30 ഡിഗ്രി. സോ സൈൻ ഓഫ് 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആണ്. വേറസ് കോസ് ഓഫ് 30 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 ആണ്. സോ ഇവിടെ സൈൻ 30 ഈസ് നോട്ട് ഈക്വൽ ടു കോസ് 30 അല്ലേ. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഇനി ഫിഫ്ത്ത് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിലീറ്റഡ് പോർഷൻസിൽ വരുന്നതാണ്. സോ ഈ ഡിലീറ്റഡ് പോർഷൻസിൻ്റെ എല്ലാം കൂടെ നമുക്ക് ലാസ്റ്റ് ഈ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നതാണ്. അങ്ങനെ നമ്മൾ എക്സസൈസ് 8.2 ഫുൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.